ആയിക്കോട്ടെ. എടാ നമുക്ക് ഇതൊരു 60 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 22 ലക്ഷം ചിലവായാലും ബാക്കി 32 ലക്ഷം അല്ലേ? എടാ 8 ലക്ഷം വണ്ടിക്ക് നമുക്ക് ചിലവാക്കിയാൽ ഓഫീസ് വർക്ക് നമുക്ക് ഞങ്ങൾക്ക് 2 ചായ ഉഷാറാവണം. ഓഫീസ് ഉഷാറാവണം. അതിൽ പൈസ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ലക്ഷമൊക്കെ നമുക്ക് എന്താണ്, പൈസ ഒരു വിഷയമാക്കണ്ട. ഇതിന് പിശുക്കൊന്നും നോക്കിയിട്ട് ഒരു കാര്യമല്ല. ഇത് അത് ഉഷാറാക്കട്ടോ. എടാ ലൈറ്റും എ സി ഒക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ആയിക്കോട്ടെ. നമ്മൾ ഒന്നിനൊരു പിശുക്ക് കാണിക്കണ്ട. എല്ലാം ഉഷാറാക്കണം. പൈസ ഒരു വിഷയമല്ല ഇവിടെ, മനസ്സിലായോ? ഓനങ്ങൾക്ക് അറിയില്ലേ, ഓൻ ബാംഗ്ലൂരൊക്കെ പഠിച്ചേക്കനല്ലേ. എവിടെയാണ് 2 ദിവസമായിട്ട്? മകനാണല്ലത്? മകനാണേ. എടാ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു വേൾഡ് ടൂർ പ്ലാൻ ചെയ്യണേ. മലേഷ്യ, ബാങ്കോക്ക്, തായ്ലൻഡ്. എത്രയായി കാക്കാ 2 ചായക്ക്? അത് 24 റുപ്യ. എന്തായാലും നിങ്ങൾ കഴിച്ചില്ലായിട്ടോ. ചെക്കൻ നല്ല കാഴ്ചപ്പാടുള്ള ചെക്കനാ. എന്നാ വാപ്പ തരും കേട്ടോ. നിങ്ങൾക്ക് നല്ല പ്രതീക്ഷ ഉണ്ടല്ലേ? എന്ത് പ്രതീക്ഷ? 10-12 ലക്ഷം റുപ്യ മുടക്കി ബാംഗ്ലൂരിൽ വിട്ട് പഠിപ്പിച്ച ചെക്കനാണ്. എന്നിട്ടില്ല എനിക്കൊരു പ്രതീക്ഷ. പിന്നെ ഇപ്പൊ 50 റുപ്യന്റെ ലോട്ടറി. അതുമ്പോ ഞാൻ എന്ത് പ്രതീക്ഷിക്കാനാ? ഓഫീസ്, ലക്ഷറി കാറ്, ബ്രാൻഡഡ് AC. എന്തായാലും ഇപ്പൊ അത് അടിക്കാതെക്കൂല.